അവസാന നിമിഷം വരെ മറിയാമ്മനെ സ്ഥാനാർത്ഥിയായി പരിഗണിച്ച മണ്ഡലമായിരുന്നു കാഞ്ഞിരപ്പള്ളി. ഇതേ കാഞ്ഞിരപ്പള്ളിയിലായിരുന്നു ഇന്ന് UDF സ്ഥാനാർത്ഥി റോണി കെ ബേബിക്ക് വേണ്ടി മറിയ പ്രചാരണത്തിന് ഇറങ്ങിയത്. ബിദിൻ എം ദാസ് ഇവിടെ വെച്ച് മറിയാമ്മനോട് സംസാരിച്ചിരുന്നു. അതിലേക്ക് അതിവേഗത്തിലാണ് തെരഞ്ഞെടുപ്പ് പര്യടനം നടക്കുന്നത്. ഇപ്പോൾ കാഞ്ഞിരപ്പള്ളിയിലെ UDF സ്ഥാനാർത്ഥി റോണി കെ ബേബിയോടൊപ്പം മരിയ ഉമ്മൻ കൂടി ചേരുന്നുണ്ട്. എങ്ങനെയുണ്ട് ഈ അവസാന നിമിഷ പ്രതീക്ഷകളൊക്കെ? വളരെ നല്ല പ്രതീക്ഷയാണ്. വലിയ ജന പിന്തുണയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മളെല്ലാം ആരാധിക്കുന്ന ബഹുമാനിക്കുന്ന ഈ അഞ്ചലിപ്പ ഗ്രാമത്തിന് ഉമ്മൻചാണ്ടി സാറിനോട് വലിയ വൈകാരികമായിട്ടുള്ള അടുപ്പമുണ്ട്. മുൻ ഇലക്ഷന് ഉമ്മൻചാണ്ടി സാർ ഇവിടെ ഇതുപോലെ ഭവന സന്ദർശനമായി വന്നിട്ടുണ്ട് എന്റെ ഓർമ്മയിൽ. അത് വീണ്ടും ആവർത്തിക്കുക. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മറിയ ഉമ്മൻ എവിടെ വരണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അന്നേരം പറഞ്ഞു അഞ്ചലിപ്പയിൽ വരണം. കാരണം ഉമ്മൻചാണ്ടി സാർ ഇതിനു മുമ്പ് ഒരു 10 വർഷം മുമ്പ് തെരഞ്ഞെടുപ്പിന് ഇതുപോലെ ഭവന സന്ദർശനം നടത്തി ഇവിടെ എത്തിയതാ. ഉമ്മൻചാണ്ടി സാറിന്റെ മോള് മറിയ കൂട്ടി വെച്ച് വന്ന റോണി ചാണ്ടിനൊക്കെ വേഗത്തിലാണല്ലോ ഓടുന്നത്. വളരെ കുറച്ച് ഷോർട്ട് ടൈം അല്ലേ ഉള്ളൂ. മാക്സിമം മണ്ഡലങ്ങളിൽ ഓടി എത്തണം എന്നാണ് ആഗ്രഹം. അതുകൊണ്ട് ഓടിയാലേ നടക്കത്തുള്ളൂ. അതുകൊണ്ടാണ് എല്ലാവരുമായിട്ട് ഓടുന്നത്. കാഞ്ഞിരപ്പള്ളിയിലെ പ്രതീക്ഷ എങ്ങനെയാ? ഉറപ്പല്ലേ, ഈ പറഞ്ഞതുപോലെ കേരളത്തിൽ ആകമാനം നമുക്കൊരു UDF വേവ് ഉണ്ട്. അത് കാഞ്ഞിരപ്പള്ളിയിലും ഡെഫിനറ്റ്ലി ആ വേവ് ഉണ്ട്. വികസന മുരടിച്ചയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. പാൻ കേരള പ്രചരണത്തിലാണ് മറിയ. മാക്സിമം സ്ഥലത്ത് എത്തണം എന്നാണ്. എത്താവുന്നിടത്തോളം കുറച്ച് സമയമേ ഉള്ളത്. പേരൊക്കെ പല സ്ഥലത്തും പരിഗണനയിലേക്ക് കേട്ടു, ചർച്ചയൊക്കെ ഉണ്ടായിരുന്നു. ഇനി അതിനൊന്നും ഒരു ഇമ്പോർട്ടൻസും ഇല്ലാത്തൊരു കാര്യമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വാർ ഫ്രണ്ടിലാണ്. 140 പേരിലെ മാക്സിമം ആളുകളെ വിജയിപ്പിച്ചെടുക്കുക. UDF നല്ല ഭൂരിപക്ഷത്തിൽ പുതുപ്പള്ളിയിലേക്ക് ഷെഡ്യൂൾ ചെയ്ത് വരുന്നതേ ഉള്ളൂ. എന്തായാലും അടുത്ത ആഴ്ച എന്തായാലും അത് ചാണ്ടി തന്നെയായിരിക്കും. ചാണ്ടിയോടൊപ്പം ഓടാനായിട്ട് എനിക്ക് പറ്റത്തില്ല. കാഞ്ഞിരപ്പള്ളി കൂടി ചേർത്ത് 100 എണ്ണിയാണ് കേരളത്തിൽ പ്രതിപക്ഷ നേതാവ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. UDF അധികാരത്തിലേക്ക് എത്തുമെന്ന് ആ രീതിയിലുള്ള പ്രചരണവും പര്യടനവും നടക്കുന്നു. മറിയയുടെ സാന്നിധ്യം വളരെ ആവേശം പ്രവർത്തകർക്കും ഉണ്ടാക്കുന്നുണ്ട്.